രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം തേടി അലഞ്ഞ് ലാസ്റ്റ് ക്രൈംബ്രാഞ്ച് മുട്ടുമടക്കിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതായത് സ്ത്രീ പീഡന പരാതിയുമായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പരാതിക്കാരും ഇല്ല എന്നൊരു നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്ന ട്വിസ്റ്റ്? രാഹുൽ ചെട്ടിയോ? ഞാന് ഞെട്ടിയില്ല, പക്ഷെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന്. രാഹുൽ ജ്യോതിഷം അറിയാമോ? ജ്യോതിഷം അറിയുന്നതൊന്നുമല്ല, കാരണം നമ്മള് രാഷ്ട്രീയ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്കെതിരെ എത്രത്തോളം ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും അവസാനം വരുമ്പോ അതിനൊരു പൊടി പോലും കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് മണി പൊളിറ്റിക്സിൽ മാഞ്ഞു പോകുന്നതാണോ, തേഞ്ഞു മാഞ്ഞു പോകുന്നതാണോ? അല്ല, ഒരു സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കാരണം അത്രത്തോളം ഗഡ്സ് ഉള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഇത് അവർ തമ്മിലൊരു പേഴ്സണൽ വിഷയം രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യാനുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു പരാതിക്കാര് പോലും രംഗത്ത് വരാൻ പോകുന്നത്, അതായത് ഗുരുതരപരമായ ഒരു പരാതി പോലും, അത് ഹണി ഭാസ്കറിനെ പോലെയുള്ളവർ ഉന്നയിച്ച ഞാൻ ശ്രീലങ്കയിൽ പോയപ്പോ എനിക്ക് വെള്ള ഹൃദയം എന്റെ ഇൻബോക്സിൽ അയച്ചു, പിന്നീട് അവര് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരിരുന്ന ഒരു വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പറ്റി സംസാരിച്ചു, അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ എന്നോട് വന്നിത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന പരാതികൾ ചിലപ്പോൾ നിലനിന്നേക്കാം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, താൻ സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചത് പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ നിലനിന്നേക്കാം. അല്ലാതെ ഈ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഇത്തരം പരാതികളൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇരയാക്കപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ പറയുന്ന, സോഷ്യൽ മീഡിയ പറയുന്ന, രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന ഒരു പെൺകുട്ടി പോലും നിയമപരമായി പരാതി കൊടുക്കാൻ മുന്നോട്ട് വരില്ല എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. ഇനി ഇത് 2 പെൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. ബാംഗ്ലൂര്, കർണാടകയിൽ കൊണ്ടുപോയിട്ടാണ് ഗർഭചിത്രം നടത്തിയത്. ആശുപത്രി രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്ന തരത്തിലൊക്കെ വാർത്തകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഈശ്വർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു പരാതിക്കാരി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ 10 പേരിൽ 20 വയസ്സ് മുതൽ 60 വയസ്സുള്ള അമ്മ വരെ ഉണ്ട് എന്നൊക്കെ തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വലിയ വാർത്തകളൊക്കെ കണ്ടതാണ്. അതിൽ 60 വയസ്സുണ്ട് എന്ന് പറയുന്ന പ്രായമായ സ്ത്രീ മുഖമൊക്കെ ബ്ലർ ചെയ്ത് രാഹുൽ ഈശ്വറിന്റെ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അവര് കൊടുത്ത പരാതി സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി രാഹുൽ മാങ്കൂട്ടത്തിലെ ആരെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയിലൂടെ തകർക്കാൻ ശ്രമിക്കുകയാണോ, ഇതിനു മുന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു 60 വയസ്സുള്ള സ്ത്രീയോട് പോലും അവമര്യാദയായി പെരുമാറി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ സോഷ്യൽ മീഡിയയും ചാനലുകളും രാഷ്ട്രീയക്കാരും ഉപയോഗിച്ചു എന്ന് പറയുമ്പോ, പെണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി അങ്ങ് തകർത്ത് കളഞ്ഞേക്കാം എന്ന് ചിലർ തീരുമാനിച്ചിറങ്ങിയാൽ അത് നടക്കില്ല എന്നുള്ളതിന്റെ ഉത്തമമായ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ലഭിക്കുന്ന ഒരു വലിയ സപ്പോർട്ട്. ഇനി എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി? ഇനി എന്തായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയോ തന്നെ ചെയ്യുമോ? സ്വാഭാവികമല്ലേ, ഉണ്ടയില്ല വെടി വെച്ച മാധ്യമങ്ങൾ ഇളിഭ്യരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ രാഹുൽ നിയമപരമായ ഒരു പ്രശ്നത്തിന് പോവില്ലായിരിക്കും. കാരണം നാളെയും അയാൾക്ക് സോഷ്യൽ ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ നിൽക്കേണ്ടതാണ്, രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതാണ്. അപ്പൊ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ, കുറെ മാധ്യമ പ്രവർത്തകർക്കെതിരെയൊക്കെ നിയമപരമായ പോരാട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയാൽ നാളെ അതൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ച് ഒരുപക്ഷെ അതൊക്കെ വിട്ടുകളഞ്ഞേക്കുമായിരിക്കും. പക്ഷെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിട്ടിട്ടില്ല. ഒരുപാട് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് ദ ഫോർത്ത് എന്ന് പറയുന്ന ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തപ്പോ അവിടെ നാട്ടിലൊരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നുണ്ട്. അപ്പോ അവിടുത്തെ ആ അവതാരക ചോദിക്കുന്നത്, സ്ഥിരമായി ചായ കുടിക്കാൻ വരുന്ന കടയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെന്ന് പറയുന്നുണ്ട്. ആ ചായക്കടക്കാരനെ രവി കൊച്ചാട്ടാന്ന് വിളിച്ചിട്ടാണ് ചായ ചോദിക്കുന്നത്. ഈ കേസ് വന്നപ്പോ ആ രവി കൊച്ചാട്ടന്റെ കടയിൽ ചെന്ന് ക്യാമറയും മൈക്കും നീട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ചായ കുടിക്കാൻ വരാറുണ്ടോ? അയ്യോ ഇല്ല, വല്ലപ്പോഴുമേ വരാറുള്ളൂ എന്ന് ആ രവി കൊച്ചാട്ടൻ പറയുമ്പോ ഇതും വ്യാജമായിരുന്നു. ആ ലെവലിലേക്ക് വരെ അധപ്പതിച്ചു പോയ ഒരു മാധ്യമ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമാണെന്നേ. ആ മാധ്യമങ്ങൾ പാലക്കാട് പോയി മുക്കിലും മൂലയിലും പാലക്കാട്ടെ സാധാരണക്കാരെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിപ്പിക്കാൻ ചെന്നിട്ട് എത്ര പേരുടെ ബൈറ്റ് അവർക്ക് കിട്ടി? സജീവ രാഷ്ട്രീയക്കാരല്ലാത്ത എത്ര സാധാരണക്കാരുടെ ബൈറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടി എന്നുള്ളത് ചോദ്യമാണ്. അപ്പൊ പാലക്കാടുകാർ ഇപ്പോഴും അവര് വെറുതെ ഒന്നും തിരഞ്ഞെടുത്തൊന്നും അല്ലല്ലോ. ഷാഫി പറമ്പിലിന് ലഭിച്ചതിനേക്കാൾ എത്രയോ വലിയ ഭൂരിപക്ഷത്തിൽ, 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത ത്രികോണ മത്സരം നടന്ന പാലക്കാട്ട് സാധാരണക്കാർ
അവരുടെ പ്രിയങ്കരനായ MLA അവിടെ കാത്തിരിക്കുന്നു. വലിയ വരവേൽപ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ലഭിക്കും. നിയമസഭയിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് യാതൊരു വിധമായ തടസ്സവുമില്ല. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുമായി അദ്ദേഹത്തിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അവർ തമ്മിൽ ഉഭയ സംഭവത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ, അവരത് ഗർഭചിത്രം നടത്തിയെന്നിരിക്കട്ടെ, പരാതി ഇല്ലാത്തിടത്തോളം കാലം അയാളെയും അയാളുടെ കുടുംബത്തെയും അയാളുടെ സുഹൃത്തുക്കളെയും ഒക്കെ ക്രൂശിക്കാൻ ഈ പൊതുസമൂഹത്തിന് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാകുന്നില്ലേ? ഇയാൾക്ക് സംഭവിച്ചിരിക്കുന്ന മാനഹാനിക്ക്, ഇയാൾക്ക് സംഭവിച്ചിരിക്കുന്ന അധികാര നഷ്ടങ്ങൾക്ക്, സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ആര് സമാധാനം പറയുന്നേ? ഇവരാദ്യം കൊടുത്ത വാർത്ത എന്താ? നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തി, ഗുളിക കൊടുത്തു, ബ്ലീഡിംഗ് ഉണ്ടായി, എന്തൊക്കെ കെട്ടുകഥകളാ. അതേ മാധ്യമങ്ങൾ അച്ചു നിരത്തി കാർഡ് നിരത്തി വാർത്ത കൊടുത്തു. എന്താണ്? കർണാടകയിൽ ബാംഗ്ലൂരിൽ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത്. ഒന്നല്ല, 2 ഗർഭചിത്രങ്ങൾ. ആദ്യ ഗർഭചിത്രത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടിയെ സഹായിച്ചു. എന്തൊക്കെ വാർത്ത കൊടുത്തതേ? ഇവർക്ക് ആരാ വിവരങ്ങൾ കൊടുത്തേ? ക്രൈംബ്രാഞ്ചിന് ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡേറ്റയും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തില് ഇവർ പറഞ്ഞെന്താ? ക്രൈംബ്രാഞ്ചിന്റെ എല്ലാ വിവരങ്ങളും കിട്ടി, ഇതാ പുറത്തു വരാൻ പോകുന്നു. എവിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വിട്ട ഈ ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണ് അവരുടെ ഒരു സ്വകാര്യ സംഭാഷണം ചോർത്തിയെടുത്ത് പുറത്തു വിട്ടതെങ്കിൽ സമാധാനം പറയേണ്ടി വരില്ലേ? ഈ ചാനലില് പറയേണ്ടി വരില്ലേ? കൊട്ടി ആഘോഷിച്ചവർ, കൊട്ടിയാടിയവർ, കെട്ടിയാടിയവർ എല്ലാവരും സമാധാനം പറയേണ്ടി വരില്ലേ? അപ്പൊ ഒരു ചെറുപ്പക്കാരനെ, ഒരു രാഷ്ട്രീയക്കാരനെ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സ്വയപ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഒരുത്തനെ അങ്ങ് തകർത്ത് കളയാമെന്ന് ഒരുപാട് പേര് വിചാരിച്ചു. രാഹുലെ, തുടക്കത്തില് ഈ ഓഡിയോ ക്ലിപ്പൊക്കെ റിപ്പോർട്ട് TV പുറത്തുവിടുന്നതിന് മുമ്പ് പലരും കേട്ടതാ, നമ്മളൊക്കെ കേട്ടതാ. കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ, ആരോപണം വന്നപ്പോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരാളാ. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്നപ്പോ സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകര്, റബ്ബർ വെട്ടുന്നവര്, കൃഷിപ്പണിക്ക് പോകുന്നവര്, കാഷ്യൂ ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നവര്, കട നടത്തുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ അതൊരു ചെറുപ്പക്കാരനാ, അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാ, അവനൊരു തെറ്റ് പറ്റിക്കാണും, സമ്മതിക്കുന്നു. പക്ഷെ അവനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു കുടുംബമല്ലേ, കോൺഗ്രസ് ഒരു കുടുംബമല്ലേ? ഈ നേതാക്കന്മാർക്ക് അവരുടെ കാരണവന്മാരുടെ സ്ഥാനത്ത് നിന്ന് അവരെ ഉപദേശിച്ച് നന്നാക്കിക്കൂടെ? ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരുത്തരുടെ അവസരം കിട്ടാനിരിക്കുക, തച്ച് തകർത്ത് നശിപ്പിച്ച് നാരായണക്കല്ല് വരപ്പിച്ച് വീട്ടിൽ കയറ്റി വിടാൻ. ആ സാഹചര്യത്തൊക്കെ മാറണം. ആ പയ്യനൊരു അബദ്ധം പറ്റി കാണും, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൊരു അബദ്ധം പറ്റി കാണും. അത് തിരുത്തണം. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുവെങ്കിൽ ഇതാ ഏറ്റവും വലിയ ഗുരു അനുഭവത്തിലൂടെ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, മോനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമായിരിക്കും. അബദ്ധത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് 2 മാധ്യമ സ്ഥാപനത്തിലെ പെൺകുട്ടികളാണ്. അപ്പൊ മാധ്യമ സ്ഥാപനത്തിലെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം ആംബിയറുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടാക്കിയ വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത്? രാഹുൽ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണേ. മാധ്യമ സ്ഥാപനത്തിലെ പെൺകുട്ടികളാണെന്നൊന്നും പൊതുസമൂഹവും ഒന്നും പോലീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാഹുലെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചില രഹസ്യങ്ങളാണ്, പരസ്യങ്ങളായ രഹസ്യങ്ങൾ. അവർക്ക് പരാതി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അവര് ഉഭയസമ്മതപ്രകാരമാണ് അവരെ ബന്ധത്തിൽ ഏർപ്പെട്ടത്. അവർ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം എടുത്ത തീരുമാനമായിരിക്കാം. അത് അവരുടെ ഇടയിൽ തീരുന്ന പ്രശ്നമാണ്, അവരുടെ സ്വകാര്യ കാര്യമാണത്. ഇത് അവന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ക്യാമറ വെക്കണ്ട. അല്ലാതെ മറ്റേ എവിടെ ഒരു ബാർ ഡാൻസറായ ഒരു പെൺകുട്ടിയെ പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ ഏതോ ഒരു മലയാളിയുടെ മകൻ, പ്രമുഖന്റെ മകൻ കൂടെ താമസിക്കുകയും കൊച്ചിനെ ഉണ്ടാക്കുകയും ആ കൊച്ചിനെ വളർത്തിയിട്ട് ഒരു സമയമായപ്പോൾ ഇട്ടിട്ടിഞ്ഞ് പോരുകയും പിന്നെ ആ പെൺകുട്ടി വന്ന് മാധ്യമങ്ങളിലും പോലീസിലും പരാതി കൊടുക്കുകയും പിന്നെ ലക്ഷങ്ങൾ കൊണ്ടുകൊടുത്ത് ഒത്തുതീർപ്പാക്കുകയും എന്നൊക്കെ പറയുന്ന കഥകൾ സിനിമയിലല്ലാതെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടല്ലോ. അതുപോലത്തെ കേസൊന്നും അല്ലല്ലോ ഇത്. ഇത് സ്വാഭാവികമായി 2 പേര് ഇഷ്ടത്തിലായി കാണും, അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടായി കാണും, അതിനുശേഷം അവർ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായി കാണും. ഇതിനിടയിൽ ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ധാർമ്മികത പറഞ്ഞ ആർക്കാണെന്ന് ഇവിടെ നിലനിൽക്കാൻ പറ്റുക? ആർക്കാ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയ് എന്ന് പറഞ്ഞാ എത്ര പേര് കല്ല് താഴെയിടും, എത്ര പേരെടുത്ത് എറിയും എന്നുള്ളത് നോക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിച്ച് അദ്ദേഹത്തിനെ നശിപ്പിച്ച് ഈ മാധ്യമങ്ങൾ ഇത്രത്തോളം കള്ളവാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെയും ഇവർ ഇത് തുടരത്തില്ലേ? അപ്പൊ ഇന്ന് കേസുമായി മുന്നോട്ട് പോയാലല്ല നാളെയും ഇവർ ഇത് തുടരാതിരിക്കുകയുള്ളൂ. ഇന്നലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നാളെ ഇതിന് രാഹുൽ വിളക്കുടിയായിരിക്കും. രാഹുലൊക്കെ സൂക്ഷിച്ചോ. ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ടകൾ എന്ന് സെറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങൾ. അതിൽ ചില മാധ്യമങ്ങൾ അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്.
അവർക്കൊരു ലിസ്റ്റ് ഉണ്ട്. ഇവരെ തകർത്ത് അല്ല, കൊടുത്താൽ ഇത് ഇവിടുത്തെ കള്ളവാർത്തകളാണ് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കള്ളനാണയങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ തിരിച്ചറിഞ്ഞ കയറാം. കേസുമായി പോകണ്ടേ? ഇതൊരു നിയമ നടപടിയുമായി പോകണ്ടേ? നമ്മളൊരു ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. ആ പയ്യൻ തീരുമാനം എടുക്കട്ടെ. അവനുണ്ടായൊരു മെന്റൽ ട്രോമയുണ്ട്, മാനസികമായി തകർന്നില്ല. പെൺകുട്ടികൾ തകർന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ തകർച്ചയിലാണെന്നേ അയാൾ ഇരിക്കുന്നത്. അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അയാൾ ആ തകർച്ചയിൽ നിന്നൊക്കെ ഇറങ്ങി വരട്ടെ. ഇനി അവിടെ പാർട്ടി അപ്പോൾ ഒരു നിലപാടെടുക്കണ്ടേ? കാരണം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുമാണ് നീക്കം ചെയ്തത്. ഇനി തിരിച്ച് അദ്ദേഹത്തിന് ആ പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അദ്ദേഹത്തിനെതിരെ ആർക്കും പരാതിയില്ലെങ്കിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നൊന്നുമില്ല. കാരണം അയാള് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ആണ്. അയാൾ MLA-യുടെ പണി വൃത്തിയായിട്ട് ചെയ്യട്ടെ. വളരെ അല്ല, തെരഞ്ഞെടുപ്പൊക്കെ വരും. പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ രാജിവെക്കാൻ പിള്ളേരുണ്ടല്ലോ, പറഞ്ഞത്. അവർക്ക് അവസരം വേണമല്ലോ. ഇരട്ട പദവിയൊന്നും എല്ലാവർക്കും വേണ്ട. അല്ല, പാർട്ടിയാണ് രാജിവെക്കാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഇത്രത്തോളം അഗ്നിശുദ്ധി വരുത്തി വരുമ്പോൾ, അല്ലെങ്കിൽ പരാതി ആരുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ലേ? പാർട്ടി കോൺഗ്രസ് അല്ലേ അങ്ങനെ ചെയ്യുമെന്ന് രാഹുൽ സ്വപ്നത്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എന്ത് തന്നെയാണെങ്കിലും പാർട്ടിയുടെ നിലപാടുകളില്ലേ? എങ്ങനെ ഒരാളെ വെട്ടാന്നല്ലേ അവിടെ ആലോചിക്കുന്നേ? അത്രത്തോളം ഉയർന്നു വന്ന കോൺഗ്രസിന്റെ എടുത്തു കാണിക്കാൻ കഴിയുന്ന മുഖങ്ങളിൽ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കുമോ കോൺഗ്രസ് പാർട്ടി? അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഉപേക്ഷിക്കാനുള്ള സാഹചര്യമില്ല. പിന്നെ നേതൃത്വം, ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന 4-5 പേരുണ്ടല്ലോ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന കിങ് മേക്കർമാർ, ഡിസിഷൻ മേക്കർമാർ. അവരാലോചിച്ചിട്ട് അവരുടെ നിലപാട് പറയട്ടെ. അവർക്ക് നിലപാടാണെന്നല്ലേ പറയുന്നേ. ചിലപ്പോ ഒരുപക്ഷെ അവർക്ക് ഈ പുറത്തു വന്നതിനേക്കാൾ വലിയ പരാതികൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ പൊതുസഭ ചോദിക്കും ആർക്കാണ് ഇത്ര വലിയ പരാതി എന്ന്. അത് പറയാനുള്ള മറുപടിയും കൂടി ആ നേതാക്കന്മാർ കണ്ടുവെക്കുന്നത് നല്ലതാണ്.